ഇന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനുള്ള അധികൃതരുടെ ശ്രമം പരാജയപ്പെട്ടു. എല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളുടെ മുന്നിലും സംയുക്ത സമര സമിതിയുടെ പ്രതിഷേധത്തെ തുടർന്നാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരാജയപ്പെട്ടത്. ടെസ്റ്റ് നടത്താൻ ഉദ്യോഗസ്ഥരെത്തി പേരുകൾ വിളിച്ചെങ്കിലും ആരും എത്തിച്ചേർന്നിരുന്നില്ല. ആരെങ്കിലും സ്വന്തം വാഹനവുമായി എത്തിയാൽ ടെസ്റ്റ് നടത്തും എന്നായിരുന്നു ഉദ്യോഗസ്ഥന്മാരുടെ നിലപാട്. എന്നാൽ അതും പരാജയപ്പെട്ടു. ഈ പ്രശ്നം ഗുരുതരമായി തുടരുമ്പോൾ ഗതാഗത മന്ത്രി വിദേശത്താണ്. ലേണേഴ്സ് ലഭിച്ചു കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ ടെസ്റ്റ് വിജയിക്കണം എന്നാണ് നിയമം. ഈ സമരം ഇങ്ങനെ നീണ്ടുപോയാൽ ഈ സമയപരിധിക്കുള്ളിൽ ആർക്കും ടെസ്റ്റിൽ പങ്കെടുക്കാൻ കഴിയുകയില്ല എന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ പറയുന്നത്. തിരുവനന്തപുരം മുട്ടത്തറയിലെ പരീക്ഷാ കേന്ദ്രത്തിൻ്റെ മുമ്പിലും സംയുക്ത സമര സമിതി അനിശ്ചിതകാല സമരത്തിലാണ്. ഡ്രൈവിംഗ് സ്കൂൾ ടെസ്റ്റ് നടത്താത്തത് ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അതിൽ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ടെസ്റ്റ് ഞങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ട് ഞങ്ങൾ അനിശ്ചിതകാല സമരത്തിലാണ്. 13-ാം തീയതി തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റ് മാർച്ചാണ്. പിന്നെ ഇവിടെ വിളിക്കുന്ന സ്ലോട്ടിലുള്ള ഒരു പേര് സ്ലോട്ടിലുള്ളതല്ല. അതായത് ഫെബ്രുവരി മാസമേ പറഞ്ഞിട്ടുണ്ട്, മെയ് മാസം 2-ാം തീയതി തൊട്ട് എടുത്തിട്ടുള്ള എല്ലാ സ്ലോട്ടുകളും ക്യാൻസലാണെന്ന്. എൻ്റെ കുട്ടിക്കും ടെസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാം ക്യാൻസലാണ്. പിന്നെ ഈ സാറന്മാർ ഈ പേപ്പർ ഇവിടെ വെച്ച് വിളിക്കുന്നത് ഏത് കുട്ടികളാണ്? അഥവാ വെളിയിൽ നിന്ന് വരുന്നത് 1-2 പിള്ളേർ കാണുമായിരിക്കും. പക്ഷേങ്കിൽ ഇവിടെ വന്ന് പേര് വിളിക്കുന്നത് ഇവിടെ വന്ന് പേര് വിളിക്കുന്നത് ഏത് കുട്ടികളാണ്? ഞങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂളിലുള്ള ഒരു പിള്ളേരും അല്ല ഇവിടെ വിളിക്കുന്നത്. ആരാണ് നമുക്ക് അറിഞ്ഞൂടാ. പഴയ ലിസ്റ്റിൽ നിന്ന് ചുരണ്ടിയെടുത്താൽ എങ്ങനെയായിരുന്നാലും ഈ വിളിക്കുന്ന പേരിലുള്ള ഒരു കുട്ടികൾ ഇവിടെ വന്നിട്ടുമില്ല. ഇന്നത്തെ ദിവസം ആരും ടെസ്റ്റിന് വന്നിട്ടില്ല. പിന്നെ വിജയകരമായി സമരം ജയിക്കും വരെ ഞങ്ങൾ സമരം ചെയ്യും. ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിച്ചവരെയും അപേക്ഷിക്കാനിരിക്കുന്നവരെയും ദുരിതത്തിലാക്കാതെ സകല ഈഗോയും മാറ്റിവെച്ച് അനുയോജ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഗതാഗത മന്ത്രി തയ്യാറാവണം.